ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. നമ്മുടെ എല്ലാ മതങ്ങളിലും ഉള്ള ഹിന്ദുമതത്തിലായിക്കോട്ടെ, ക്രിസ്ത്യൻ മതത്തിലായിക്കോട്ടെ, അതല്ലെങ്കിൽ മുസ്ലിം മതങ്ങളിലായിക്കോട്ടെ, ഇങ്ങനെയുള്ള മതങ്ങളിലെല്ലാം തന്നെ സ്വർഗത്തെപ്പറ്റിയും നരകത്തെപ്പറ്റിയും പാപത്തെപ്പറ്റിയും പുണ്യത്തെപ്പറ്റിയുമൊക്കെ പറയുന്നുണ്ട്. എന്തിനാണ് പാപവും പുണ്യവും സ്വർഗവും നരകവുമൊക്കെ ഉണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്? മതങ്ങൾ തെറ്റു ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഇല്ലേ? ഇന്ന തെറ്റുകൾ ചെയ്താൽ നിങ്ങൾ സ്വർഗത്തിൽ പോകത്തില്ല, നരകത്തിലേക്ക് പതിക്കും. ഇന്ന നല്ല കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും, അവിടെ നിങ്ങൾക്ക് നല്ലതായിരിക്കും, നരകത്തിലാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും, ഇത് ദോഷമാണ്, ഇത് നല്ലതാണ്, ഇത് പുണ്യമാണ്, ഇത് പാപമാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ പണ്ടത്തെ ഋഷീശ്വരന്മാർ ഭയപ്പെടുത്തിയിരുന്നത് തെറ്റു ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എല്ലാ പുരാണങ്ങളിൽ തന്നെയും പാപങ്ങളെപ്പറ്റിയും പുണ്യങ്ങളെപ്പറ്റിയുമൊക്കെ വളരെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ശരിയേത് തെറ്റേത് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടും നേർവഴിക്ക് നമ്മളെ നടത്തുന്നതിന് വേണ്ടിയിട്ടുമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്നിട്ടുള്ളത്. ശിവപുരാണത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും ചെയ്തു കൂടാത്ത ചില പാപങ്ങളെപ്പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങളത് കേട്ടുകൊള്ളുക. കഴിവതും ഇതുപോലുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുന്നതിനായി ശ്രദ്ധിക്കുക. പാപകർമ്മങ്ങൾ 12 വിധത്തിലാണ് ശിവപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. അന്യസ്ത്രീയെ പ്രാപിക്കണമെന്ന വിചാരം, അന്യൻ്റെ ധനം അപഹരിക്കണം എന്നുള്ള ആഗ്രഹം, മനസ്സുകൊണ്ട് ദുർവിചാരങ്ങൾ, ചെയ്യാൻ പാടില്ലാത്ത കർമ്മങ്ങൾ ചെയ്യാനുള്ള ദുരാഗ്രഹം, ഇവ 4 തരത്തിലും മാനസിക പാപകർമ്മങ്ങളാണ്. യോഗ്യമല്ലാത്ത സംസാരം, അസത്യഭാഷണം, അനിഷ്ടം പറയൽ, വഞ്ചന എന്നിവ വാചിക പാപകർമ്മങ്ങളാകുന്നു. ഇനി അടുത്തത്, ഭക്ഷിക്കാൻ പാടില്ലാത്തത് ഭക്ഷിക്കുക, ജീവികളെ കൊല്ലുക, പ്രയോജനമില്ലാത്ത കാര്യം ചെയ്യുക, അന്യൻ്റെ ധനം തട്ടിയെടുക്കുക, ഇവ 4 പ്രകാരത്തിലുള്ള ശാരീരിക പാപകർമ്മങ്ങളാണ്. ഈ 12 വിധം പാപകർമ്മങ്ങളും മനസ്സ്, വാക്ക്, ശരീരം എന്നീ ത്രികരണങ്ങളാൽ ചെയ്യുന്നവയാണ്. അതായത് മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ശരീരം കൊണ്ടും ചെയ്യുന്ന തെറ്റുകളെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കള്ളം പറയരുത്, യോഗ്യമല്ലാത്ത സംസാരങ്ങളൊന്നും പറയരുത്. അതായത് ഓരോ മനുഷ്യനും ഇപ്പം മനുഷ്യൻ എന്താണ് ധിക്കാരമാണ് പറയുന്നത്, അല്ലേ? അധ്യാപകരോടായാലും സുഹൃത്തുക്കളോടായാലും ബഹുമാനമില്ലാത്ത സംസാരം, മാതാപിതാക്കളോടൊക്കെ വളരെ ധിക്കാരമായ സംസാരങ്ങളാണ്. മറ്റുള്ളവരോടുമൊക്കെ വളരെ ധിക്കാരത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. വഞ്ചന, അതുപോലെ മറ്റുള്ളവൻ്റെ ധനം എനിക്ക് വേണം, തട്ടിയെടുക്കണമെന്നുള്ള ചിന്ത, അന്യസ്ത്രീയെ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹം, ഇങ്ങനെ ധാരാളം കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. മഹാദേവന് ദോഷം ചെയ്യുന്നവർ, ശിവജ്ഞാനം ഉപദേശിക്കുന്ന തപസ്വിയെയോ ഗുരുജനങ്ങളെയോ മാതാപിതാക്കളെയോ നിന്ദിക്കുന്ന അഹങ്കാരിയും നരകസമുദ്രത്തിൽ പതിക്കുന്നതാണ് എന്നാണ് ശിവപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മഹത്യ ചെയ്യുന്നവൻ, മദ്യപാനി, കനകചോരൻ, ഗുരുപത്നിയെ പ്രാപിക്കുന്നവൻ, ഇവരുമായി സമ്പർക്കം പുലർത്തുന്ന 5ാം തരക്കാരൻ പാപിയും, ഇവരെല്ലാം തന്നെ മഹാപാപികളെന്ന് കരുതപ്പെടുന്നു. അപ്പം ബ്രഹ്മഹത്യ ചെയ്യുന്നവനെയും മദ്യപാനിയെയും കനകചോരൻ സ്വർണം മോഷ്ടിക്കുന്നവൻ, ഗുരുപത്നിയെ പ്രാപിക്കുന്നവൻ, അവർ മാത്രമല്ല അങ്ങനെയുള്ള ആളുകളുമായി കൂട്ടുകൂടുന്നവൻ പോലും പാപിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്.
ബ്രാഹ്മണനെ കൊല്ലുന്നവൻ മഹാപാപിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബ്രാഹ്മണരുടെയും മറ്റുള്ളവരുടെയും ഒക്കെ ദേവന്മാരുടെയും ഒക്കെ തന്നെ പശുക്കളെ മോഷ്ടിക്കുന്നവൻ, അവരുടെ സ്വത്ത് കൈക്കലാക്കുന്നവൻ പാപിയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ദേവസ്വവും ബ്രഹ്മസ്വവും മോഷ്ടിക്കുക, അന്യായമായി ധനം സമ്പാദിക്കുക, ഇവ ബ്രഹ്മഹത്യയ്ക്ക് തുല്യമായ പാപങ്ങളാണ്. ഇന്നതാണ് നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നത്. വ്രതം, അനുഷ്ഠാനം, യജ്ഞം ഇവ അഭ്യസിച്ച ശേഷം നിരസിക്കുന്നവനും പഞ്ചമഹായജ്ഞം അനുഷ്ഠിക്കാത്തവനും മദ്യപാനിക്ക് തുല്യം പാപിയാണ്. അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുക, കള്ളസാക്ഷി പറയുക, ബ്രാഹ്മണരുമായി അസത്യം തർക്കിക്കുക, ശിവഭക്തന്മാരെ മാംസം ഭക്ഷിക്കുവാൻ പ്രേരിപ്പിക്കുക, അലക്ഷ്യവസ്തു ഭക്ഷിക്കുക തുടങ്ങിയവയും ബ്രഹ്മഹത്യയ്ക്ക് തുല്യമാണ്. വനത്തിൽ വിഹരിച്ചു നടക്കുന്ന നിരപരാധികളായ ജീവികളെ കൊല്ലുന്നവനും പാപിയാണ്. സജ്ജനങ്ങൾ ബ്രാഹ്മണന്റെ ധനം ഉപേക്ഷിക്കണം. പശുക്കളുടെ വഴിയിലും വനത്തിലും ഗ്രാമത്തിലും തീ വയ്ക്കുന്നതും ഈ ഭയങ്കരമായ പാപം തന്നെയാണ്. ബ്രാഹ്മണന്റെ ധനം അപഹരിക്കുക, പിതൃസ്വത്ത് ഭാഗം വെക്കുന്നതിൽ വഞ്ചനയും കൃത്രിമത്വവും കാണിക്കുക, വലിയ അഹങ്കാരവും കോപവും കാണിക്കുക, തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് പരത്തുക, തെറ്റിദ്ധാരണകൾ പരത്തുക, നന്ദികേട് കാണിക്കുക, വിഷയാസക്തനാവുക, വഞ്ചന കാണിക്കുക, സജ്ജനങ്ങളെ ദ്വേഷിക്കുക, പരസ്ത്രീയെ പ്രാപിക്കുക, കന്യകമാരെ കളങ്കപ്പെടുത്തുക, യജ്ഞം ചെയ്യുന്നതിന് കൂലി ചോദിച്ചു മേടിക്കുക, സ്ത്രീകളുടെ ധനം കൊണ്ട് ജീവിക്കുക, സ്ത്രീകൾക്ക് അടിമപ്പെടുക, സ്ത്രീകളെ രക്ഷിക്കാതിരിക്കുക, വഞ്ചനാപരമായി അന്യസ്ത്രീകളെ സേവിക്കുക, ബ്രഹ്മചര്യവ്രതങ്ങൾ ഉപേക്ഷിക്കുക, അന്യൻ്റെ ആചാരങ്ങൾ സ്വീകരിക്കുക. അതായത് ഒരു ബ്രാഹ്മണൻ, ആ ബ്രാഹ്മണന് പറഞ്ഞിരിക്കുന്ന ആചാരങ്ങളായിരിക്കണം എന്ത് ചെയ്യേണ്ടുന്നത്, അനുഷ്ഠിക്കേണ്ടുന്നത്. അതല്ലാതെ ഒരു കാട്ടാളനായിരിക്കുന്ന ഒരു മനുഷ്യൻ മത്സ്യമാംസാദികളൊക്കെ കഴിക്കാൻ അവന് വിധിയുണ്ട്. കാരണം അവൻ്റെ ജോലി എന്ന് പറയുന്നത് കാട്ടിൽ പോയി പക്ഷികളെയൊക്കെ, ഒരു വേടനല്ലേ, അവന് ആ രീതിയിലാണ് പക്ഷികളെയും മൃഗങ്ങളെയുമൊക്കെ അമ്പെയ്ത് കൊന്ന് അതിൻ്റെ മാംസം ഭക്ഷിച്ച് അവൻ്റെ ആ കർമ്മങ്ങൾ നിർവഹിച്ചാണ് അവൻ ജീവിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ കർമ്മങ്ങളുണ്ട്. ആ കർമ്മങ്ങൾ ചെയ്ത് ജീവിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്യൻ്റെ ആചാരങ്ങൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അന്ന് വർണ്ണ സംവിധാനങ്ങളുണ്ട്. 4 വിധത്തിലുള്ള വർണ്ണങ്ങൾ: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, ശൂദ്രൻ, വൈശ്യൻ. അപ്പോൾ ബ്രാഹ്മണൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ്, കർമ്മങ്ങൾ എന്താണ്, ആചാരങ്ങൾ എന്താണ്? വേദം പഠിക്കുക, യജ്ഞങ്ങളും ഹോമങ്ങളും നടത്തുക. ക്ഷത്രിയൻ എന്താണ് ചെയ്യേണ്ടുന്നത്? ക്ഷത്രിയൻ വേദം പഠിക്കുകയും യജ്ഞങ്ങളും ഹോമങ്ങളും നടത്തുകയും അല്ല ചെയ്യേണ്ടത്. ക്ഷത്രിയൻ ചെയ്യേണ്ടത് രാജ്യം ഭരിക്കുക എന്നുള്ളതാണ്, ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. വൈശ്യൻ്റെയും ശൂദ്രൻ്റെയും അതുപോലുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്. കച്ചവടം നടത്തണം വൈശ്യൻ, അതാണ് അവൻ്റെ ഉത്തരവാദിത്തം. അപ്പം അവൻ്റെ ആചാരങ്ങൾ അവൻ തന്നെ ചെയ്യുക, മറ്റുള്ളവരത് ഏറ്റുപിടിക്കേണ്ട എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കാര്യത്തിലും അത് തന്നെ. ഇപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളായിരിക്കണം എന്ത് ചെയ്യേണ്ടുന്നത്, നമ്മൾ നിർവഹിക്കേണ്ടത്. അതുപോലെ അസത്യങ്ങളായ ശാസ്ത്രങ്ങൾ അഭ്യസിപ്പിക്കുക, അതായത് തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുക, അർത്ഥമില്ലാതെ തർക്കിച്ചുകൊണ്ടേയിരിക്കുക, അഗ്നി, ഗുരു, സന്യാസി, ബ്രാഹ്മണൻ ഇവരെ നിന്ദിക്കുക, പിതൃയജ്ഞവും ദേവയജ്ഞവും ഉപേക്ഷിക്കുക, നല്ല കർമ്മങ്ങൾ വെടിയുക, ദുസ്വഭാവങ്ങൾ അനുകരിക്കുക, നിരീശ്വരവാദിയാവുക, പാപങ്ങളിൽ ഉൾപ്പെടുക,
എപ്പോഴും കള്ളം പറയുക, ഇങ്ങനെയുള്ള പാപങ്ങളുള്ള സ്ത്രീ പുരുഷന്മാരെ മഹാപാപികളായി കണക്കാക്കുന്നു. അന്യരുടെ അതിരു നശിപ്പിക്കുക, അവൻ്റെ സ്വത്തുക്കൾ ഇല്ലാതാക്കുക, വഞ്ചനാപരമായ ഉപദേശങ്ങൾ നൽകുക, കളവിലൂടെയും കാപട്യത്തിലൂടെയും കാര്യങ്ങൾ നിർവഹിക്കുന്നവരും ഗോഹത്യ പാപം അനുഭവിക്കുന്നതാണ്. അതായത് പശുവിനെ കൊന്നാൽ മഹാപാപമാണെന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അത്രത്തോളം വലിയ പാപിയായി തീരുമെന്നാണ് പറയുന്നത്. മറ്റുള്ളവൻ്റെ അതിരു നശിപ്പിക്കുന്നവനും അവൻ്റെ വസ്തുക്കൾ ഇല്ലാതാക്കുന്നവനും വഞ്ചനാപരമായ ഉപദേശങ്ങൾ നൽകുന്നവനും കളവിലൂടെയും കാപട്യത്തിലൂടെയും കാര്യങ്ങൾ നേടിയെടുക്കുന്നവനും മഹാപാപികളാണ് എന്ന് പറയുന്നു. ആരെയെങ്കിലും ചതിച്ചു കൊണ്ടുവരുന്ന ആഹാര സാധനം വഞ്ചനയിലൂടെ ഉപയോഗിക്കുക, ഭാര്യ, പുത്രൻ, മിത്രം തുടങ്ങിയ ബന്ധുജനങ്ങൾ വിശന്നിരിക്കുമ്പോൾ തനിയെ ഭക്ഷണം കഴിക്കുന്നവനും പാപിയായി നരകത്തിൽ പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ പറഞ്ഞിരിക്കുന്നു, സന്യാസം സ്വീകരിച്ചതിനു ശേഷം വീണ്ടും കുടുംബ ബന്ധമുണ്ടാക്കുന്നവനും ശിവവിഗ്രഹങ്ങൾ തകർക്കുന്നവനും പശുക്കളെ വധിക്കുന്നവനും കൊടും ക്രൂരന്മാരായി തീരുമെന്നും അവർ നരകത്തിൽ പതിക്കുമെന്നും പറയുന്നു. ശക്തിഹീനരായ മൃഗങ്ങളെ സംരക്ഷിക്കാത്തവൻ, അധിക ഭാരം കയറ്റി മൃഗങ്ങളെ പീഡിപ്പിക്കുന്നവൻ, അവയ്ക്ക് ആഹാരം കൊടുക്കാതെ അവരെ കൊണ്ട് ഭാരം എടുപ്പിക്കുന്നവൻ, ഇങ്ങനെ തുടങ്ങിയ ഹീനപ്രവർത്തികൾ ചെയ്യുന്നവനും ഗോഹത്യാപാപത്തിനർഹനായി തീരുമെന്ന് പറയുന്നു. വിശന്നു വലഞ്ഞു വീട്ടിൽ വരുന്നവന് ഭക്ഷണം നൽകാത്തവൻ, ഭൃത്യന്മാർ, ഭീതന്മാർ, കുട്ടികൾ, വൃദ്ധന്മാർ, രോഗികൾ, ശക്തിയില്ലാത്തവർ, ഇവരിൽ കരുണ കാണിക്കാത്തവനും മഹാപാപികളാണ്. അവർ നരകമാകുന്ന സമുദ്രത്തിൽ വീഴുന്നതാണ് എന്ന് ശിവപുരാണത്തിൽ പറയുന്നു. ഒരാൾ മരിച്ചാൽ അയാൾ ചെയ്ത പുണ്യപാപങ്ങൾ മാത്രമേ പരലോകത്തിലേക്കുള്ള യാത്രയിൽ അയാളെ അനുഗമിക്കുന്നുള്ളൂ എന്നും പറയുന്നു. തോന്നിയതുപോലെ കരം പിരിക്കുന്നവൻ, അന്യരെ പീഡിപ്പിക്കുന്നതിൽ സന്തോഷിക്കുന്നവൻ, അവൻ രാജാവായിക്കോട്ടെ, അവൻ നരകത്തിൽ പ്രവേശിക്കുമെന്ന് പറയുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം കുറച്ചു രൂപ കൊടുത്ത് കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്ന ഉദ്യോഗസ്ഥനും പ്രജകളെ പലതരത്തിൽ പീഡിപ്പിക്കുന്ന രാജാവും നരകദുഃഖം അനുഭവിക്കുമെന്ന് പറയുന്നു. കള്ളനെ സജ്ജനമായും സജ്ജനത്തെ കള്ളനായും കരുതുന്നവനും വീണ്ടു വിചാരമില്ലാതെ നിരപരാധികളെ ശിക്ഷിക്കുന്നവനുമായ രാജാവും അന്യൻ്റെ മുതൽ കടുകോളമെങ്കിലും മോഷ്ടിക്കുന്നവനും നരകത്തിൽ പ്രവേശിക്കുമെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള പാപികൾക്ക് മരണശേഷം നരകയാതന അനുഭവിക്കുന്നതിന് തികഞ്ഞ സർപ്പാകാരമുള്ള ശരീരം ലഭിക്കുമെന്നും പറയുന്നു. അതുകൊണ്ട് ആ പാപത്തിന്, അതായത് അവനവൻ ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തം ചെയ്യേണ്ടുന്നതാണ്. അല്ലാത്ത പക്ഷം ആ പാപം 100 കോടി കൽപ്പകാലം അനുഭവിക്കേണ്ടി വരുമെന്നും പറയുന്നു. മനസ്സ്, വാക്ക്, ശരീരം ഇവ കൊണ്ടു ചെയ്യുന്ന പാപങ്ങളെല്ലാം തന്നെയും അന്യനെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നവനും മറ്റുള്ളവരുടെ പാപകർമ്മത്തെ അഭിനന്ദിക്കുന്നവനും നരകം അനുഭവിക്കുമെന്ന് പറയുന്നു. അതായത് അവനവൻ പാപം ചെയ്യുന്നത് മാത്രമല്ല, മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതും തെറ്റാണ്. അതുപോലെ ആരെങ്കിലും എന്തെങ്കിലും പാപം ചെയ്താൽ അതിനെ അഭിനന്ദിക്കുന്നതും വളരെ തെറ്റാണ് എന്നുമാണ് ഇവിടെ ശിവപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമ്മൾ ആലോചിക്കും, നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ? ഈ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തന്നെ നമ്മൾ പലപ്പോഴായി ചെയ്തിട്ടുണ്ടാകും. ഒന്നുമില്ലെങ്കിൽ ഒരാളെ പറ്റി നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അവിടുന്ന് ഇവിടുന്നും കേട്ട കാര്യങ്ങൾ വെച്ചെങ്കിലും ഒരാളെ ദുഷിച്ചിട്ടുണ്ടാകാം. നമ്മുടെ മനസുഖത്തിന് വേണ്ടി ഒരു മനുഷ്യനെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് കുറ്റപ്പെടുത്തിയിട്ടുണ്ടാകാം. ആരോ പറഞ്ഞത് കേട്ട് ഒരു മനുഷ്യനെ എന്ത് ചെയ്തിട്ടുണ്ടാകാം?
ഇല്ലാവചനം പറഞ്ഞ് അവനെ വിഷമിപ്പിച്ചിട്ടുണ്ടാകാം. നമ്മുടെ നാട്ടുംപുറങ്ങളിലൊക്കെയുള്ള ഒരു പ്രത്യേക തരത്തിലുള്ളൊരു സ്വഭാവമാണ് അല്ലേ. നമ്മുടെ നാട്ടുംപുറങ്ങളിൽ ചായക്കടകളും അതുപോലെയുള്ള ജംഗ്ഷനുകളുമൊക്കെ ഉണ്ട്. അവിടെ ഇരുന്നിട്ട് കുറച്ച് ആളുകൾ ചേർന്നിരുന്നിട്ട് ഈ കഥകൾ ഇങ്ങനെ ഉണ്ടാക്കും ഇല്ലേ. ഈ കഥകൾ ഒരാളിരുന്ന് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ആ കഥകൾ എന്ത് ചെയ്യും, ഇങ്ങനെ പരത്തും. ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളായിരിക്കാം ഇതിങ്ങനെ പരന്നു വരുമ്പോൾ വരുന്നത്. കാരണം ആ ചായക്കടയിലിരുന്ന് പറഞ്ഞ കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല പുറത്തേക്ക് പോകുമ്പോൾ. ഈ ചായക്കടയിൽ വന്നിരുന്ന് പറഞ്ഞവനും അവൻ്റെ ഒരു മനസുഖത്തിന് വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ് നമ്മൾ കേട്ട കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് ഇതൊരു സത്യം പോലെ ഇങ്ങനെ പരക്കും. യഥാർത്ഥവുമായി ഇതിന് യാതൊരു പുലബന്ധം പോലും ഉണ്ടാവുകയില്ല. ചിലപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ അതിനകത്ത് സത്യം ഉണ്ടാകാം, പക്ഷെ ബാക്കി ഇങ്ങനെ പെരുപ്പിച്ച് പറയുന്നതാകാം ഇല്ലേ. നമുക്ക് തോന്നും, നമ്മുടെ കണ്ണാൽ നമുക്ക് തോന്നും അവൻ ചെയ്തത് തെറ്റാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ ചിലപ്പോൾ അത് തെറ്റാകണമെന്നില്ല. അവനോട് പോയി അന്വേഷിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പം തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഓരോരുത്തരെ പറ്റി ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആളുകൾ വന്നിരുന്നിട്ട് ഇല്ലേ. അപ്പോൾ ഈ പറയുന്ന ആളുകൾക്കൊന്നും യഥാർത്ഥത്തിൽ ആ ആളെ അറിയാൻ പോലും സാധിക്കുകയില്ല. ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ഇങ്ങനെ പറഞ്ഞ് ഇയാൾ ശരിയാണ്, മറ്റേയാൾ തെറ്റാണ്, അതൊരു മനസുഖം പോലെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നില്ലേ. അങ്ങനെ പറയുന്നത് പോലും തെറ്റാണ് എന്നാണ് ഇവിടെ ശിവപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ചിന്തിക്കുന്നത് പോലും തെറ്റാണെന്ന് പറയുന്നു. ഈ പറഞ്ഞ പാപങ്ങളൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രായശ്ചിത്തം ചെയ്യണമെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് പ്രായശ്ചിത്തം ചെയ്യുന്നത്? അവനവൻ്റെ തെറ്റ് മനസ്സിലാക്കി തിരുത്തുക. ഇനി ഇതുപോലുള്ള തെറ്റുകൾ എന്ത് ചെയ്യാതിരിക്കുക, ആവർത്തിക്കാതിരിക്കുക. നമുക്കറിയാൻ മേലാത്ത കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു പരത്താതിരിക്കുക. ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും വന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കേൾക്കാതിരിക്കുക, അവഗണിക്കുക. നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മൾ ജീവിക്കുക. നമ്മുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ജീവിക്കുക. ചില സമയങ്ങളിൽ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാം, ആയിക്കോട്ടെ, എങ്കിലും ക്ഷമിച്ചു മുമ്പോട്ട് പോവുക. നമ്മളെ ആരെങ്കിലും അനാവശ്യം പറയുന്നുണ്ടെങ്കിൽ, നമ്മളെപ്പറ്റി ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കുന്നുണ്ടെങ്കിൽ, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞൊരു കഥയുണ്ട്. എന്താണ്? പാക്കനാരുടെയും ഭാര്യയുടെയും കഥ. ആ കഥ ഓർക്കുക. അന്യൻ്റെ കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക. അന്യൻ എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അവനവൻ്റെ കടമകളും കർത്തവ്യങ്ങളും ചെയ്യുക. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ രാജ്യത്തിനോടും നമ്മുടെ വീടിനോടും നമ്മുടെ മാതാപിതാക്കളോടും ഭാര്യയോടും കുട്ടികളോടും ഭർത്താവിനോടും ബന്ധുജനങ്ങളോടും സഹോദരങ്ങളോടും ഒക്കെയുള്ള കടമകൾ, സുഹൃത്തുക്കളോടുമൊക്കെയുള്ള കടമകൾ, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിനോടുള്ള കടമ നമ്മൾ നിർവഹിക്കുക. ഭഗവാനെ വിശ്വസിക്കുക. എല്ലാ കർമ്മങ്ങളുടെയും ഒരു ഫലം ഈശ്വരൻ നമുക്ക് നൽകുമെന്ന് ചിന്തിക്കുക. നമ്മൾ നന്നായി നല്ല രീതിയിലിരുന്നാൽ മാത്രമേ, തെറ്റു ചെയ്യാതെ പരമാവധി തെറ്റുകൾ കുറച്ച് ഇരുന്നാൽ മാത്രമേ നമ്മുടെ അടുത്ത തലമുറ നന്നാവുകയുള്ളൂ എന്ന് വിശ്വസിക്കുക. നമ്മൾ വെട്ടിപ്പിടിച്ചും കള്ളം പറഞ്ഞും പിടിച്ചു മേടിച്ചുമൊക്കെ നേടിയെടുക്കുന്നതൊക്കെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് ചിന്തിക്കുക. അതൊക്കെ അനുഭവിക്കാനുള്ള യോഗം അവർക്കുണ്ടാകുമോ എന്നുകൂടി നമ്മൾ ചിന്തിക്കുക. നമ്മൾ കള്ളം പറയുന്നതും നമ്മൾ മറ്റുള്ളവരെ പറ്റി ഇല്ലാവചനം പറയുന്നതും ഒരാളെപ്പറ്റി അവമതിപ്പ് പറയുന്നതും ദുഷിച്ചു പറയുന്നതും മറ്റുള്ളവൻ്റെ ധനം തട്ടിയെടുക്കുന്നതുമൊക്കെ കണ്ടു വളരുന്നത് ആരാണ്? നമ്മുടെ കുട്ടികളാണ്. അവരും ആ വഴിക്ക് പോകും എന്ന് ചിന്തിക്കുക. അതുകൊണ്ട് ഇന്നലെ വരെ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഭഗവാന്റെ അടുത്ത് ഏറ്റുപറഞ്ഞ് നാളെ മുതൽ നല്ല മനുഷ്യരായി ജീവിക്കുവാനായി ശ്രദ്ധിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക. മറ്റുള്ളവൻ്റെ അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. അന്യരെ ദുഷിക്കാതിരിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കൊരു മനസ്സമാധാനമുണ്ടാകും. നമുക്ക് ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ ആ ദേഷ്യം നമ്മുടെ മനസ്സിൽ വെച്ച് വളർത്താതിരിക്കുക. ഭഗവാന് സമർപ്പിക്കുക. ഭഗവാനോട് പറയുക, ഭഗവാനെ
നമ്മളോട് ആരെങ്കിലും അനാവശ്യമായി തർക്കിക്കാൻ വരുവാണെങ്കിലും ഭഗവാനോട് പറയുക, ഭഗവാനെ ഇത് കേൾക്കുന്നുണ്ടോ, അങ്ങ് അവർക്കത് ശരി കാണിച്ചു കൊടുക്കണമേ. നമ്മളെ കണ്ടമാനം വിഷമിപ്പിക്കുന്ന ആളുകളുണ്ട്. അവരുടെ വാക്കുകൾ നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു, നമ്മളെപ്പറ്റി ഇല്ലാവചനം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. തിരിച്ചു ചോദിക്കാനോ പ്രതികരിക്കാനോ പോകണ്ട. ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചിട്ട് ഭഗവാനെ ഇതിനൊരു മറുപടി അങ്ങ് കൊടുക്കണമേ എന്ന് മാത്രം പറയുക. ഭഗവാൻ കൊടുത്തോളും അതിന് മറുപടി. നമ്മൾ പറയുന്ന മറുപടിയേക്കാൾ വളരെ തീക്ഷ്ണമായ മറുപടിയായിരിക്കും, ഉചിതമായ മറുപടിയായിരിക്കും ആര് കൊടുക്കുന്നത്? ഭഗവാൻ കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള സർവ്വഭാരങ്ങളും ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും അതിനൊരാശ്വാസം ഭഗവാൻ നൽകും. നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുക, മാതാപിതാക്കളെ സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക, ബന്ധുജനങ്ങളെ കരുതുക, സുഹൃത്തുക്കളെ കരുതുക. നമ്മുടെ കാര്യങ്ങൾ നോക്കി നമ്മൾ ജീവിക്കുക. വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോട്ടം കൊണ്ടോ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ ഒന്നുകൊണ്ട് പോലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് ദൈവവിശ്വാസത്തോടു കൂടി മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ ശിവപുരാണത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.